ഹായ്, അനി വിത്ത് ഫുഡ് ആൻഡ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഇന്ന് ഹൽവ തയ്യാറാക്കുന്നത്. ഈ ഹൽവയ്ക്ക് ഒരു വെറൈറ്റി ടേസ്റ്റാണുള്ളത്. പുളിയും മധുരവും ഒക്കെ ഉണ്ട്. നമ്മളെപ്പോഴും മധുരമുള്ള ഹൽവയല്ലേ കഴിക്കാറുള്ളത്. വീട്ടിൽ പച്ചമാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഏറെ ഇത് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഇനി റെസിപ്പിയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായി ഈ ഒരു വലിപ്പത്തിലുള്ള 3 പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരല്പം പുളിയും മധുരവും ചേർന്നിട്ടുള്ള പച്ചമാങ്ങയില്ലേ, ആ ഒരു മാങ്ങയാണ് എടുക്കേണ്ടത്. കൂടുതൽ പുളിയുള്ളത് ഇതിന് എടുക്കരുത്. മാങ്ങ നന്നായി കഴുകിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഈ മാങ്ങ നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ 3 മാങ്ങയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങയൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മാങ്ങ മുഴുവനായും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ആദ്യം തന്നെ നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. വീണ്ടും വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇതിന് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഹൽവ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു പാത്രം റെഡിയാക്കി വെക്കണം. ഞാനിപ്പോൾ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ നെയ്യ് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇതേ പാത്രം തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സ്റ്റീലിൻ്റെ പ്ലേറ്റോ ചോറ് കൊണ്ടുപോകുന്ന പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ, അതിലായാലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളാണൊന്ന് വിതറി കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് ചെറിയ കഷ്ണങ്ങളാക്കിയതും ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹലുവ കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ടാവും. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് നട്ട്സാണോ ഇഷ്ടം അത് ചേർത്താൽ മതി. ഇനി പെട്ടെന്ന് ഹൽവ തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ആദ്യം തന്നെ കുറച്ച് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി പാൻ ചൂടായതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ നെയ്യൊന്ന് മെൽട്ടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരുപാട് സമയമൊന്നും മൂപ്പിച്ചെടുക്കേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ നിറമൊന്നും മാറേണ്ടതില്ല. ഈ ഒരു പാകമായാൽ മതി. ഇതിന് കോരി മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് 1/4 കപ്പ് അളവിൽ കോൺഫ്ലോർ ആണ് ഇട്ടത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതേ പാനിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാങ്ങ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ മാങ്ങയും നെയ്യും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. കോൺഫ്ലവർ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം. കോൺഫ്ലവർ ചേർത്തതിന് ശേഷം കൈവിടാതെ കണ്ട് തന്നെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഹൽവയ്ക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇതിൽ ചേർത്തത് 1/2 കപ്പ് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. പിന്നെ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പോളം അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഇതിനി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫുഡ് കളറാണ് ചേർക്കുന്നത്. നമ്മുടെ ഈ ഹലുവ പച്ചമാങ്ങയെ കൊണ്ട് ഉണ്ടാക്കിയതാണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചേർക്കുന്നതാണ്. ഈ കളർ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കുമിളകൾ വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കൈവിടാതെ കണ്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി കുറുകി വരുന്നതിനനുസരിച്ച് നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് കുറച്ചുകൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിന് കുറുകി ഒന്ന് തിക്കായിട്ട് വരട്ടെ. ഇപ്പോൾ ഇത് തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹൽവ തയ്യാറാക്കാനായി മാങ്ങ എടുക്കുമ്പോൾ കൂടുതൽ പുളിയുള്ള മാങ്ങ ഒരിക്കലും എടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഹൽവയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയില്ല. ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും ബദാമും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കുറച്ചുകൂടി തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പോരാ, നമ്മൾ ഇതിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ മുറിഞ്ഞു വീഴണം. ആ ഒരു പാകമാണ് ആവേണ്ടത്. ഇപ്പോൾ ഇത് കുറച്ചുകൂടി തിക്കായി വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പോരാ, കുറച്ചുകൂടി ആവേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. നമ്മുടെ ഈ ഹൽവ തയ്യാറാക്കാനായി ഏകദേശം ഒരു 25 മിനിറ്റോളം മതിയാകും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു 2 മിനിറ്റ് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂണിൻ്റെ മറുവശത്ത് കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ആറി ഒന്ന് തണുത്ത് വരട്ടെ. ഹൽവ നന്നായി തണുത്തതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ഹൽവയാണിത്. നമുക്കിത് പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ഈ പച്ചമാങ്ങ ഹൽവ വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.